അപ്പോൾ നമ്മുടെ 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. മുഖമൊക്കെ നല്ലപോലെ ഇതായിട്ട് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇതാക്കി കളയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ വൈപ്സ് എടുത്തിട്ട് തുടച്ചിട്ട് അതിൻ്റെ ക്ലിയറൻസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടോ ഇനിയുണ്ട്. അടിപൊളി റിസൾട്ട് അല്ലേ. കഴുകിയിട്ടും കൂടി ഇല്ല. ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ചിലർക്ക് വിശ്വാസമാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞ് വല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കാമെന്നൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും കൂടി എല്ലാവരും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കില്ല കേട്ടോ. എൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം നമുക്ക് ഇൻട്രോ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സമയം ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ നമുക്ക് അറിയാമല്ലോ, ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പള്ളികളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫ്രീ ആകുമ്പോൾ മക്കൾ ഫ്രീ ആവില്ല. അപ്പോൾ അവരും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന കാരണം നമുക്ക് ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ ഇത് നമ്മളൊരു അടിപൊളി കിടക്കാഴ്ച ടിപ്സ് തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ സീസൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരനാരങ്ങയാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മളിവിടെ ആക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആകെ 2 അല്ലിയുടെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി കഴുത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കൂടി കൂടുതൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലേക്ക് എടുക്കാം. അത് മുഖത്തേക്ക് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കൈയോടെ തന്നെ പിഴിഞ്ഞെടുത്താൽ മതി. വേറെ ഒരു സാമഗ്രികളും നമുക്കിതിന് ആവശ്യമില്ല. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ചാ. ഞങ്ങൾക്ക് ഇവിടെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തൊട്ട് പെരുന്നാളായി. അപ്പോൾ എനിക്ക് ഇനി അധികം വീഡിയോസും ഇങ്ങനെ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. 2 പിള്ളേരും പഠിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഈ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ നല്ലോണം വയറ്റിലാക്കാനായിട്ട് നോക്കിക്കോട്ടോ. വളരെ നല്ലതാണെന്ന് നമ്മുടെ ശരീരത്തിന്. നമുക്ക് വേറെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ വെള്ളദാഹത്തിന് മാത്രമല്ല, സൗന്ദര്യ വർധനവിനും ഫ്രൂട്ട്സൊക്കെ നല്ലോണം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലടങ്ങിയിട്ടുള്ള ഓരോ എല്ലാ വൈറ്റമിൻസും നമുക്ക് നല്ല ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് കഴിക്കാൻ പറഞ്ഞത്. ഞാൻ ഫ്രൂട്ട്സാണ് കൂടുതൽ കഴിക്കുക കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന നിർബന്ധം. അതങ്ങനെ ശീലമായിപ്പോയി, മാറ്റാൻ പറ്റാത്തൊരു ശീലമായിപ്പോയി. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ കുക്കുമ്പർ ഉണ്ടാവുമല്ലോ അതെടുത്ത് കഴിക്കും. എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ കാണിക്കും, അത്യാവശ്യം നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 അല്ലിയിൽ തന്നെ പിഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാക്ക് ചെയ്യാനായിട്ട് വേറെ പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണ്, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മൾ ഈ നാരങ്ങയുടെ തോല് ഉണക്കി പൊടിച്ചിട്ടൊക്കെ നമുക്ക് പാക്ക് ഇടാം. നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇപ്പൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണക്കി പൊടിച്ചൊക്കെ വെക്കുക. നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടല്ലോ. പിന്നെ ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കണക്കൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന്. പിന്നെ നമുക്കിതിൽ കുറച്ച് നൈസായിട്ടുള്ള കാപ്പിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നമുക്ക് നല്ല കിഡു റിസൾട്ട് തന്നെയാണ് നമുക്കിതിന് കിട്ടാൻ പോണത്. ഞാനിവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ ഞാനിവിടെ പാക്കുകളൊക്കെ സിമ്പിളായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് കറ്റാർവാഴ അരിപ്പൊടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പണികൾ കൊടുക്കുകയും ചെയ്യാം, അടിപൊളി റിസൾട്ടുമാണ്. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി ഇട്ടു, അരിപ്പൊടി ഇട്ടു. ഇനി നമുക്കിതിലൊരു കൂട്ടം സാധനം കൂടി വേണം. നമ്മുടെ തേങ്കുട്ടനാണ് കേട്ടോ. ഈ 4 കൂട്ടം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിഡു റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിഡു റിസൾട്ടാണ് കേട്ടോ. ഇതൊക്കെ ഒരു 10-20 മിനിറ്റ് നേരമൊക്കെ മുഖത്തിട്ടാൽ മതി. അരിപ്പൊടി നമുക്ക് വലിയണ അറിയാലോ, ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ വലിയും. നമ്മൾ തേനൊന്നും അധികം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. തേനിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് അരിപ്പൊടിയും കാപ്പിപ്പൊടിയും നാരങ്ങ നീരും മാത്രമായാലും മതി കേട്ടോ. ഞാനൊരു പേരിന് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ.
പിന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് ഇപ്പോൾ കാറ്റൊക്കെ വീശുന്നുണ്ട്, അപ്പോൾ നമുക്ക് മുഖമൊക്കെ നല്ലപോലെ വലിയും. നമുക്ക് മുഖത്തൊക്കെ ഗ്ലിസറിനും തേനും കൂടിയിട്ടൊക്കെ തേച്ച് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കണ്ട, ഒരു ക്രീമി പരുവത്തിൽ നമുക്കിത് കിട്ടുക. കാണാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് ഇപ്പോൾ ഇത്തിരി ലൂസ് പോലെ തോന്നിയാലും മുഖത്ത് ഇടുമ്പോൾ ഒരു 2 വട്ടമൊക്കെ നമുക്ക് മുഖത്ത് ഓരോ പ്രാവശ്യം ഇട്ട് വലിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ നൈറ്റ് ക്രീം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, നല്ല റിസൾട്ടാണ് കേട്ടോ അത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം, എല്ലാ ദിവസവും മുഖത്ത് ഇത് ഇടും ചെയ്യാം. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മുഖത്തിട്ട് കിടന്നുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, കാലത്ത് കഴുകി കളഞ്ഞാൽ മതി. അത് 10 മിനിറ്റ് നേരം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മുഖത്തതിട്ട് മുഖത്തിട്ടു നമ്മൾ അറിയൂല. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഈ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരാഴ്ചക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പാക്കുകളൊക്കെ ഇടുക മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ടോ. ഇപ്പോൾ വെള്ളം പോലെ ആയാലും നമുക്കങ്ങനെ മുഖത്ത് ഒലിക്കണ ഒരു പരുവൊന്നുമില്ല കേട്ടോ. ഇപ്പം നമുക്കിവിടെ പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ, എൻ്റെ വീട്ടിലും പെരുന്നാൾ, ഇവിടെ പെരുന്നാൾ, ഇവിടെ 5-6 പെരുന്നാൾ, 4-5 4-5 ഓരോ ദിവസം പരിപാടികളുണ്ട് പള്ളിയിൽ. നമുക്കങ്ങനെ വലുതായിട്ടങ്ങനെ ഇങ്ങനെ ഇട്ട് നമുക്ക് പണികളെടുത്താലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ആരും ഒന്നും ഇതറിയാൻ പോകണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് വലിയ ഒന്ന് മസാജ് പണി കൊടുക്കാം കേട്ടോ. അപ്പോൾ രക്തോട്ടമൊക്കെ ഒന്നുണ്ടായി നമ്മുടെ മുഖക്ക് നല്ല ക്ലിയർ. വെറുതെ പാക്ക് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. അതായത് ഈ മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഓടിപ്പിക്കും. പിന്നെ നമ്മൾ ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ആ മാവുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സ്ക്രബിങ്ങൊക്കെ കൊടുത്താൽ മുഖമൊക്കെ നല്ല അഴുക്കൊക്കെ മാറി നല്ല ക്ലിയർ ആവും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചുളിവുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറി കിട്ടേ നല്ല ക്ലിയർ ആവും നമ്മുടെ നെറ്റിയൊക്കെ. നമുക്ക് ഈ പാക്ക് തേക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കൂടി കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ. എനിക്ക് ആദ്യമൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ മൈഗ്രെയിൻ വരുമ്പോഴാണ് ഒരു പ്രശ്നം വരിക. അപ്പം അത് ശരിക്കും കണ്ണുമ്മലേക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് വേഗം എനിക്ക് ഈ കണ്ണിൻ്റെ അവിടെ കൂടുതൽ കാണിക്കാം കേട്ടോ. അപ്പുറത്തേന് അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇരട്ടത്താടിയൊക്കെ വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ കവിള് തൂങ്ങണതൊക്കെ കുറയാനായിട്ട് നമ്മൾ ഏത് പാക്കിടായാലും ഒന്ന് മസാജൊക്കെ കൊടുക്കുക. ഇങ്ങനെ താട്ടിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ പാക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൈമിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. കളയൊന്നും വേണ്ട. കുറച്ചും കൂടി ഇത്തിരി കട്ടിയിലിടണു കണ്ട. അപ്പോൾ നമ്മളിവിടെ ഇത് ഇരിക്കുന്നവർ കണ്ട ഈ പരിവായി. അപ്പോൾ ഇത് മുഖത്ത് നമുക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് ഞാനിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞതാണ് കണ്ട. മുഖമൊക്കെ നല്ലപോലെ ഇതായിട്ട് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇതാക്കി കളയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ വൈപ്സ് എടുത്തിട്ട് തുടച്ചിട്ട് അതിൻ്റെ ക്ലിയറൻസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടോ ഇനിയുണ്ട്. അടിപൊളി റിസൾട്ടല്ലേ. കഴുകിയിട്ടും കൂടി ഇല്ല. ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ചിലർക്ക് വിശ്വാസമാവുള്ളൂ. ഇതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞ് വല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കാമെന്നൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും കൂടി എല്ലാവരും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കാണിക്കില്ല കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
നമ്മൾ മുഖമൊക്കെ കഴുകി സെറ്റപ്പ് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വേഗം ഓടിപ്പോയിട്ട് നാരങ്ങ എടുത്തിട്ട് എല്ലാവരും ഈ പാക്ക് ഇടാൻ നോക്കുക. നല്ല റിസൾട്ടാണ്. വേറെ അലർജി കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെയുള്ളവർ നമുക്ക് കഴുത്തിലോ കയ്യുമ്മലോ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് വല്ല ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ഞങ്ങളിവിടെ മുകളിൽ ഇത് ഒന്ന് അലങ്കരിച്ചൊന്നും ഭയപ്പെട്ടിക്കാണ്ട് ക്രിസ്മസിന് നമ്മളെ വീടിൻ്റെ അവിടെ ഇട്ടതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.